സമയം 6 മണി. ഇരുട്ടാവാൻ തുടങ്ങിയിരിക്കുന്നു. എന്നാലും ഒരു പണിയില്ലാതിരിക്കുകയാണ് ഞാൻ. ഇവിടെ മഴയെല്ലാം കഴിഞ്ഞതുകൊണ്ട് തന്നെ മഴവെള്ളം ശേഖരിക്കാനുള്ള പേരിൽ ഇവിടെ ബക്കറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ വ്ളോഗിന് പ്രത്യേകിച്ച് ഒരു കാരണമില്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താമെന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ പിന്നെ ഇതാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ച പ്രൊഡക്റ്റ്. ഇതല്ല, ഇതിൻ്റെ പുറകിലുള്ളത് ഇത് കോഴ്സെറ്റ് എന്നൊരു പേര്. ഇതിന് ഞാൻ കിട്ടിയപ്പോൾ തന്നെ ഒരു കിച്ചൻ ഇട്ടിട്ടുണ്ട്. മനസ്സിലേ, എൻ്റെ പേരുമായിട്ട് സാമ്യമുള്ള ലെറ്ററാണത്. അതുകൊണ്ട് ഞാൻ ഇതിൽ തന്നെ ഇട്ടിട്ട് പിന്നെ ഇതിന് വേണ്ടി ഉണ്ടാക്കിയ ബുക്കാണ്. ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ നോട്ട്ബുക്ക് എടുത്തിട്ട് അതിന് പുറമെ ഒരു കാർഡ് എന്ന് വെച്ചാൽ A4 ഷീറ്റ് ബ്ലാക്ക് കളർ കാർഡും അതിനോടൊപ്പം ഒരു വൈറ്റ് കളർ കാർഡും ഒക്കെ ഇട്ട് ഒട്ടിച്ച് കുറച്ച് ബലൂൺസും ഇതൊക്കെ ഇട്ടിട്ട് സ്കെച്ച് ബുക്ക് എന്ന് പറഞ്ഞ് ഇതാക്കുന്നതാണ്. തുറക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. കുറച്ച് ക്രിയേറ്റീവായിട്ട് കിട്ടുന്നത് ഇങ്ങനെ ഇവിടെ തൊട്ടുള്ള പടങ്ങൾ ഞാൻ വരച്ചത് ഇതിൻ്റെ സഹായത്തോടെയാണ്. അത് കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക് മറ്റേത് ഇതും തമ്മിലുള്ള ഡിഫറൻസ്. എനിക്കിതിൽ ഇതും ഒക്കെ വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ പിന്നെ കൂടുതലും ഇങ്ങനെ മുന്നിൽ കാണുന്ന സാധനങ്ങളുടെ ഇതിൻ്റെയൊക്കെ പിക്ചർ നോക്കി വരയ്ക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. അതിൽ പെട്ടതാണ് ഇതൊക്കെ. പിന്നെ ഇത് പിന്നെ വീഡിയോയിൽ കണ്ടിട്ട് വരച്ചതാണ്. ഇതിൻ്റെ ഹെൽപ്പോടെ ആയതുകൊണ്ടാണ് കൂടുതൽ ഭംഗിയായി മാറിയത്. അപ്പോൾ നമുക്ക് ഇത്രയും നേരം പറഞ്ഞിട്ട് ഇത് എന്താണെന്ന് കാണിച്ചില്ലല്ലോ. അപ്പോൾ ഇതെന്താണെന്ന് കാണിച്ചു തരാം. ഇത് മീഷോയിൽ നിന്ന് ഞാൻ മേടിച്ചതാണ്. അധികം റേറ്റൊന്നുമില്ല, കുറച്ച് റേറ്റേ ഉള്ളൂ. ഇപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് തുറക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ തുറന്നിട്ട് കാണിച്ചു തരാം. ഇതാണ് ഇതിന് തുറന്നു കഴിഞ്ഞാലുള്ള ഇതിൻ്റെ ഉൾവശം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാം ഇതിൽ ഓരോ ഇതിൻ്റെ 4B 3B ഇയും 6Bൻ്റെയും Hൻ്റെയും ഒക്കെ ഓരോ ഷാർപ്നെസ്സിലുള്ള ഡ്രോയിങ് ചെയ്യാൻ പറ്റിയ പെൻസിൽസ് ഉണ്ട്. അതേപോലെ ചാർക്കോൾ പെൻസിൽസ് ഉണ്ട്. ഈ അപ്സറ പെൻസിൽ ഞാൻ വെച്ചതാണ്. അതോടൊപ്പം നമുക്ക് ഇപ്പോഴത്തെ ഭാഗത്ത് കാണാം നമുക്ക് വേണ്ടി ഒരു സ്കെച്ച് ബുക്ക് തരുന്നുണ്ട്. ഇതുവരെയായിട്ട് ഞാനിതൊന്നും വരച്ചിട്ടില്ല, കാരണം ഇപ്പോൾ ആവശ്യം വന്നിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ആ ബുക്കുകളോട് ആവശ്യം വന്നിട്ടില്ല. അത് പുറത്ത് പോകുമ്പോൾ വരക്കാൻ വിചാരിച്ചു. പിന്നെ ഇതൊരു കവർ ചെയ്യാൻ പറ്റിയ ഷീറ്റ് അതൊരു ഇതാണ്. അതേപോലെ തന്നെ ഇവിടെ പെൻസിലും ഈ പേരൊക്കെ ഞാൻ വെച്ചതാണ്. ബാക്കിയുള്ളതല്ല. പിന്നെ ഇതും ഞാൻ വെച്ചതാണ്. ബാക്കിയുള്ള ഇതിൽ തന്നെ കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് കട്ടർ കിട്ടുന്നുണ്ട്, ഒരു പെൻസിൽ എക്സ്റ്റൻസർ കിട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ സാൻഡ് പേപ്പറിൽ ഇങ്ങനെ നമുക്ക് കുറച്ചും കൂടി ബ്ലർ ആക്കാനായിട്ടും ഒക്കെ സഹായിക്കുന്ന പെൻസിൽസ് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു റൈസർ കിട്ടുന്നുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് ചാർക്കോൾ ഒക്കെ ചേർന്നുള്ള ഒരു നമുക്ക് ഡ്രോയിങ് ചെയ്യാൻ ഹെൽപ്പ് ആവുന്ന ഒരു ഇതാണ്. ഇതിൽ സോഫ്റ്റ് മീഡിയവും ഹാർഡും ഉൾപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ചാർക്കോളിൻ്റെ വേറെ ഒരു ഇതും കിട്ടുന്നുണ്ട് കേട്ടോ. അതിലും സോഫ്റ്റ് മീഡിയവും ഹാർഡും ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ സാൻഡ് പേപ്പർ കിട്ടുന്നുണ്ട്. ഇതിനൊക്കെ ഇങ്ങനെ വെക്കാൻ പറ്റിയ കപ്പാസിറ്റി ഉള്ളൊരു ബാഗാണിത്. പിന്നെ അതുപോലെ സാൻഡ് പേപ്പർ ഉണ്ട് നമ്മളിൽ, അതുണ്ട്. പിന്നെ ഒരു ക്ലേയും ഉണ്ട്. ക്ലേ ഇങ്ങനെയായിരുന്നു ഞാൻ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഹെക്കി കളഞ്ഞതാണ്. അങ്ങനെ ഇതെല്ലാം കൂടി തികയുന്ന ഒരു ചെറിയൊരു ബാഗാണിത്. നല്ലതാട്ടോ, നല്ല യൂസ്ഫുൾ ആണ്. പടം വരക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. പിന്നെ അതേപോലെ ഇവിടെ നോക്കുമ്പോൾ കാണാം ഇവിടെ ഒരു നമ്മുടെ ഷാർപ്നർ ഉണ്ട്. ഇവിടെ ചെറിയൊരു ഷാർപ്നർ ഉണ്ട്. ഇത് ചെറിയൊരു ഷാർപ്നർ. അതേപോലെ തന്നെ വേറെയും ഷാർപ്നർ ഇതിനകത്തുണ്ട്. കണ്ടോ, അതെ, വീഡിയോ പിടിക്കുന്നതുകൊണ്ട് എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റേതായിട്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു കപ്പാസിറ്റി ചെയ്യാൻ വേണ്ടി സാധനമുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ പുതിയതായിട്ട് കണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചിട്ടുണ്ട്. ഇത് വളരെ നല്ലതാട്ടോ. ചെറിയ റേറ്റിൽ തന്നെ മീഷോയിൽ കിട്ടുന്ന ഒരു സംഭവമാണ്. ഞാൻ മേടിച്ചിട്ട് 2 ആഴ്ച 3 ആഴ്ച ആയിട്ടുള്ളൂ. നല്ലൊരു സംഭവം തന്നെയാണ്. പെട്ടെന്ന് നന്നായിട്ട് വരക്കാനായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. പിന്നെ യൂസ് ചെയ്യുമ്പോൾ ഇതൊക്കെ തീർന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ലൂസായിട്ട് മേടിക്കാൻ കിട്ടും. അതും മീഷോയിലാണെങ്കിലും അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലാണെങ്കിലും കിട്ടുന്നതായിരിക്കും, അവൈലബിൾ ആണ്. അതൊന്നും സീനില്ലാത്ത കേസാണ്. ലൂസായിട്ട് ഇപ്പോൾ ഈ കട്ടറാണെങ്കിലും ഈ പെൻസിൽ സെറ്റ് ആണെങ്കിൽ പോലും പെൻസിൽസ് തീർന്നാൽ പോലും നിങ്ങൾക്ക് അതൊരു ബോക്സിൽ ലൂസായിട്ട് കിട്ടും. പിന്നെ ഇങ്ങനെ ഫുള്ളായിട്ട് മേടിക്കുന്നതിൻ്റെ കാരണം എനിക്ക് ഇതേപോലെയുള്ള പെൻസിൽസ് ഇതൊക്കെ വെക്കാനായിട്ടുള്ള ഒരു ബാഗ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ വേണ്ടി ഞാനിത് മേടിച്ചതാണ്. നല്ലതാട്ടോ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ മേടിക്കണം. നല്ലൊരു പെൻസിൽ കൊണ്ട് നമുക്ക് വരക്കാൻ പറ്റുന്ന രീതിയിൽ വരക്കായിരുന്നു. ബട്ട് ഇപ്പോൾ എനിക്ക് നല്ലതായിരുന്നു, നല്ല യൂസ്ഫുൾ ആണ്. അതും വെച്ച് വരച്ച പടങ്ങളായിരുന്നു അതൊക്കെ. ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ബൈ.